2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഈ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കൃഷിയിലേക്ക് സ്ത്രീകളുടെ വലിയൊരു പങ്കാളിത്തം ഉണ്ടാകുക, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പറയുന്നതല്ലേ, അടുക്കളയിൽ നിന്ന് അമ്മമാരെ കൃഷിയിടത്തിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യമാണ് UN ഐക്യരാഷ്ട്ര സംഘടന അതിലൂടെ ലക്ഷ്യമിടുന്നത്. പക്ഷേ കേരളം ആ കാര്യത്തിൽ ഒരുപടി മുന്നിലാണ്. നേരത്തെ തന്നെ കേരളത്തിൽ കൃഷി കുറവാണ്. കാർഷികോൽപാദനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അപചയവും ശോഷണവും ഒക്കെ ഉണ്ടെങ്കിലും ഈ കൃഷിയുടെ രംഗത്ത് അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്ന നിർമ്മാണ രംഗത്ത്, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണ രംഗത്തൊക്കെ ഈ വനിതകളുടെ പങ്ക് വളരെ മഹത്തരമാണ് കേരളത്തിൽ. ശരിക്കും പറഞ്ഞാൽ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും ഒരു പടി കൂടുതലാണ്. കാരണം നോക്കൂ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് അത് സംസ്കരിച്ച് ഉൽപ്പന്നങ്ങളാക്കി മാറ്റി നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്തിൽ നമ്മളുടെ കുടുംബശ്രീ അടക്കമുള്ള ഒരുപക്ഷെ ലോകത്തിന് മുഴുവൻ വലിയ മാതൃകയായിട്ടുള്ള കുടുംബശ്രീ എന്ന് പറയുന്ന കൂട്ടായ്മ ഒരുപക്ഷെ ലോകത്തിന് മുന്നിൽ നമുക്ക് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു മാതൃകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുടുംബശ്രീയെക്കുറിച്ച് പഠിക്കുവാൻ, ആ കൂട്ടായ്മയുടെ കരുത്ത് ആർജിക്കുവാനും കണ്ട് മനസ്സിലാക്കുവാനും എത്രയോ ആളുകളാണ് കേരളത്തിലെത്തുന്നത്, എത്രയോ സംഘങ്ങളാണ് എത്തുന്നത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ UN ഇത് ആലോചിക്കുന്നതിന്, അത് യുണൈറ്റഡ് നേഷൻസ് ഇത് ആലോചിക്കുന്നതിന് മുൻപേ അത് പ്രാവർത്തികം ആക്കിയവരാണ് നമ്മൾ. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ. ഈ കേരളത്തിൽ ഇന്നും, കേരളത്തിൽ മാത്രമല്ല എവിടെയും കൃഷി പുരുഷ കേന്ദ്രീകൃതമാണ്. എവിടെയും നമ്മൾ ഈ ആധാരമൊക്കെ എഴുതുമ്പോൾ എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? സ്വസ്ഥം കൃഷി എന്നാണ് പുരുഷന്മാർക്ക് പറയുന്നത്. സ്ത്രീകളുടെ ഗ്രഹഭരണം, അവർക്ക് കൃഷിയിലൊരു പങ്കില്ല. പക്ഷേ കൃഷിയുടെ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്ക് പങ്കുണ്ട്. അത് ഇന്ന് മാത്രമല്ല, എല്ലാ കാലത്തും. ഇപ്പം ഉദാഹരണത്തിന് നെൽകൃഷി തന്നെ എടുക്കൂ. ഇപ്പം നെൽകൃഷി കേരളത്തിൽ ഏതാണ്ട് അന്യം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ പോലും ഒരു കാലത്ത് നെൽകൃഷി ചെയ്ത പാടശേഖരങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്കെന്ത് കാണാം? നെല്ല് വിതയ്ക്കുന്നത്, അതുപോലെ തന്നെ ഈ കളപറിക്കുന്നത്, കൊയ്യുന്നത്, കൊയ്ത കറ്റ ചുമക്കുന്നത്, കറ്റ കെട്ടുന്നത്, നെല്ല് മെതിക്കുന്നത്, അതുപോലെ തന്നെ ഈ പൊരി അളന്നു കൂട്ടിയിരിക്കുന്നത് ഈ വാരിയെടുക്കുന്നത്, അതുപോലെ നെല്ല് ഉണക്കുന്നതിൽ, കച്ചി ചിക്കുന്നതിൽ ഒക്കെ സ്ത്രീകൾക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു. വലിയ പങ്ക് സ്ത്രീ തൊഴിലാളികളായിരുന്നു. കർഷക തൊഴിലാളികളിൽ സ്ത്രീകളായിരുന്നു അവിടെ ഗണ്യമായ ഒരു അധ്വാനം നിർവഹിച്ചിരുന്നത്. പക്ഷേ അവരെ ഈ പ്രധാനപ്പെട്ട കാര്യം വരുമ്പോൾ അവിടെ പുരുഷന്മാരുടെ പേര് മാത്രമേ കൃഷിയുമായി ചേർത്ത് നമ്മൾ പറയാറുള്ളൂ. അതിന് ഓണാട്ടുകാരിലെ ഒരു കഥ കൂടി പറയുമ്പോഴേ അത് പൂർണ്ണമാകും. ഈ എള്ളുവിത്ത് ഇല്ല എന്ന് പറയാനുള്ള അവകാശം കാരണവർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഓണാട്ടുകാരിൽ ഒരു പ്രയോഗമുണ്ട്. എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല. എള്ളുവിത്തില്ലെന്ന് പറയാനുള്ള അവകാശം കാരണവർക്കേ ഉള്ളൂ. അത് ഈ കൃഷിയിലെ പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ് ആ പ്രയോഗം. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ആ ഒരു കഥ ചെറുതായിട്ട് പറയുമ്പോൾ അത് കുറച്ചുകൂടി ബോധ്യമാകും. അതായത് ഈ പഴയ കാലത്ത്, ഇന്നിപ്പോൾ നമ്മൾ എല്ലാവിധമായ വിത്തുവകകളും വാങ്ങുന്നത് ഈ ഫാമുകളിൽ നിന്ന്. ഇതിപ്പോൾ അന്തക വിത്തിൻ്റെ കാലമാണ്. വലിയ വമ്പൻ കോർപ്പറേറ്റ് കമ്പനികളാണ് വിത്ത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ പണ്ടങ്ങനെയല്ല. പഴയ തറവാടുകളിലാണ്, പഴയ കുടുംബങ്ങളിൽ, വലിയ തറവാടുകളിൽ, കാർഷിക തറവാടുകളിലൊക്കെയാണ് വിത്തുകൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. അപ്പോൾ നമുക്ക് എള്ളു വിത്ത് വേണം, അല്ലെങ്കിൽ നെല്ലിൻ്റെ വിത്ത് വേണം, അല്ലെങ്കിൽ ചേന വേണം എന്നൊക്കെ പറഞ്ഞാൽ പഴയ തറവാടുകളിലേക്ക് പോയിട്ട് എനിക്ക് കുറച്ച് എള്ളുവിത്ത് വേണമെന്ന് പറഞ്ഞ ആളുകൾ വാങ്ങുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നത്തെ വലിയ കാർഷിക ഫാമുകളുടെ ഒരു സ്ഥാനമായിരുന്നു. കാരണം ആ വീടുകളിൽ വിത്ത് സൂക്ഷിക്കാൻ മാത്രം പ്രത്യേകമായ മുറികളുണ്ടായിരുന്നു. കാർഷിക പണിയായുധങ്ങൾ സൂക്ഷിക്കുന്ന മുറികളുണ്ടായിരുന്നു. വീടിനോട് ചേർന്ന് ചരിപ്പിറക്കി അതൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഒരു വലിയ കുടുംബത്തിലെ തറവാട്ടിലെ കാരണവർ അദ്ദേഹത്തിൻ്റെ ബാല്യക്കാരനെയും കൂട്ടി ഏതോ ആവശ്യത്തിന് പുറത്തേക്ക് പോയി. അപ്പോൾ അന്നെല്ലാം കാൽനടയാണല്ലോ യാത്ര. ചെല്ലവും വെറ്റില ചെല്ലവും ഒക്കെ ആയിട്ട് ബാല്യക്കാരനും ഈ കാരണവരുമായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ ഏതോ നിവർത്തിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇദ്ദേഹത്തിന് പരിചയക്കാരനായ ഒരാൾ അദ്ദേഹത്തിനെതിരെ വരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഗോപാലകൃഷ്ണൻ, നീ എവിടെ പോയതാണ്? ഞാൻ അങ്ങയുടെ വീട്ടിൽ പോയിച്ചു വരിക. എന്തിനാ പോയേ? കുറച്ച് എള്ളുവിത്ത് വേണമായിരുന്നു, അത് വാങ്ങാനായിട്ട് പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് കിട്ടിയോ? അപ്പോൾ അങ്ങയുടെ ഭാര്യ പറഞ്ഞു എള്ളുവിത്തെല്ലാം തീർന്നു പോയി, ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം ഞാനിഞ്ഞ് മടങ്ങിപ്പോരുന്നു. ശരി, നീ വരൂ എന്ന് പറഞ്ഞ് ഈ മനുഷ്യനോട് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ ചെന്നു. ഇദ്ദേഹം നേരെ വീടിൻ്റെ പൂമുഖത്തേക്ക് കയറി അദ്ദേഹത്തിൻ്റെ ഇട്ടിരുന്ന രണ്ടാം മുണ്ടുമൊക്കെ യഥാസ്ഥാനങ്ങളിൽ വെച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറാതെ തന്നെ പുറത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, എടി സരോജിനിയെ എന്ന് വെച്ചാൽ സഹധർമ്മിണിയെ വിളിച്ചു, ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഭാര്യ ഇറങ്ങി വന്നു.
തെക്കേവരിക്ക ഗോപാലകൃഷ്ണൻ ഇവിടെ വന്നിരുന്നു. എന്തിനാ വന്നേ? എള്ളു വിത്തുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ ഒരു മണി വിത്തും ഇല്ലായിരുന്നു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അപ്പം തന്നെ പോയി. ഇദ്ദേഹം ഈ കേട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ വാതിലിലോട്ട് ചെന്നിട്ട് ഗോപാലകൃഷ്ണനോട് പറഞ്ഞു, ഇടോ എള്ളുവിത്തില്ല കേട്ടോ, പൊക്കോ എന്ന് പറഞ്ഞാൽ എള്ളുവിത്തില്ലെന്ന് പറയാനുള്ള അവകാശം ഭാര്യയ്ക്കല്ല, ആ വീട്ടിലെ കാരണവർ എന്നുള്ള നിലയിൽ പുരുഷനുള്ളതാണ്. അത് പറയേണ്ടത് ഞാനാണ് എന്ന് ഭാര്യയെയും ബോധ്യപ്പെടുത്തി, ഈ വാങ്ങാൻ വന്ന ആളിനെയും ബോധ്യപ്പെടുത്തി. ആ പാവം പിടിച്ചവൻ ആ വെയിലത്ത് തിരിച്ചു നടന്ന് എള്ളുവിത്തില്ലാതെ തിരിച്ചുപോയി. ഇത് ഒരു കഥയാണെങ്കിലും ഇതിനുള്ളിലൊരു കഥയുണ്ട്. അതായത് ഒരു വീട്ടിൽ എന്ത് നടക്കണം, ഏതെങ്കിലും ഒരു വിത്തുകൂലി ഇല്ലെന്ന് പറയാനുള്ള അവകാശം പോലും അവിടുത്തെ കാരണവർക്കേ ഉള്ളൂ. അതൊരു കാലഘട്ടത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എം ടിയുടെ കഥകളിലൂടെയൊക്കെ ഈ നാലുകെട്ടിലേക്കൊക്കെ നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലം കേരളത്തിൽ നിലനിന്നിരുന്നു, ഇവിടെയും അത് ലോകത്തെല്ലായിടത്തും നിലനിന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കൃഷിയിൽ സ്ത്രീകളുടെ ഒരു പങ്ക്. പക്ഷേ അവിടെ വ്യക്തിപരമായി ഞാൻ കാണുന്ന വലിയൊരു മേന്മയുണ്ട്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വീട്ടമ്മ രംഗത്തിറങ്ങാമെങ്കിൽ, അല്ലെങ്കിൽ മുൻകൈ എടുക്കാമെങ്കിൽ, വീട്ടിലെ കുട്ടികളടക്കം എല്ലാവരും ഈ അമ്മയോടൊപ്പം ചേരും. അമ്മയ്ക്ക് അങ്ങനെ ഒരു സ്നേഹപൂർവമായ ശാസന കൂടിയുണ്ട്. അത് ഒരു ആജ്ഞാപിക്കലല്ല, ഒരു സ്നേഹപൂർവമായ ഒരു ഒത്തൊരുമയുടെ ശാസനയാണ്. അപ്പോൾ അമ്മയോടൊപ്പം കുട്ടികൾ കൂടി മണ്ണിലിറങ്ങട്ടെ, 10 മൂട് ചീര നടട്ടെ, 2 മൂട് പയറ് നടട്ടെ. ഈ കർഷക വനിതാ വർഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബ കൃഷിയുടെ വർഷമായി മാറണം. എല്ലാ വീട്ടിലും കൃഷി, നമുക്കാവശ്യമായ പച്ചക്കറികളുടെ പകുതിയെങ്കിലും ഈ വനിതാ കർഷക വർഷത്തിൽ നമുക്ക് വിളയിച്ചെടുക്കാൻ കഴിയണം നമ്മുടെ വീടുകളിൽ. അതിനാൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം അതിൽ പങ്കാളികളാകണം. അത് ഒരു മരുന്നായി മാറും. കാരണം എന്താ, അമ്പരചുംബികളായ ആശുപത്രികൾ ഉണ്ടാകുന്ന കാലത്ത് ആശുപത്രികളിൽ പോകാതെ, മെഡിക്കൽ സ്റ്റോറിൽ പോകാതെ, ഈ വീട്ടിലുണ്ടാകുന്ന അച്ഛനും അമ്മയും മക്കളും ചേർന്നുണ്ടാക്കുന്ന ഈ പച്ചക്കറി ഒരു മരുന്നായി നമുക്ക് ഗുണപരമായി മാറും. അതിലേക്ക് കാരണം 60 ലക്ഷത്തിലധികം, ഏതാണ്ട് 65 ലക്ഷത്തോളം കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. കേരളം വാണിജ്യ കൃഷിക്കല്ല പ്രാമുഖ്യം കൊടുക്കേണ്ടത്, കുടുംബ കൃഷിക്കാണ്. ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ നട്ടു നനച്ച് വളർത്തുക, പരമാവധി നട്ടു നനച്ച് വളർത്തുക. ആ നിലയിലേക്കൊരു ചിന്ത ജനിപ്പിക്കുവാൻ ഈ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം കേരളത്തിന് ഒരു പ്രേരണയാകണം. അതാണ് വ്യക്തിപരമായി ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്.